രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് കാസർഗോഡ് തുടക്കമായി. കാലിക്കടവ് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ധൂർത്ത് ആരോപണമുയർത്തി പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കമായത്. ദേശീയപാത മുതൽ വിഴിഞ്ഞം വരെ, കെ ഫോൺ മുതൽ ക്ഷേമ പെൻഷൻ തുടങ്ങി എല്ലാ മേഖലയിലും പുരോഗതി എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനും മുഖ്യമന്ത്രിയുടെ വക രൂക്ഷ വിമർശനവും ഉണ്ടായി. കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ക്ഷണിക്കപ്പെട്ട 500ഓളം പേരുമായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയും നടന്നു. വൈകുന്നേരം കാഞ്ഞങ്ങാട് നടക്കുന്ന LDF റാലിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആശാസമരവും ധൂർത്തും തുടങ്ങി നിരവധി ആരോപണങ്ങൾക്കിടെ തുടർഭരണം കൂടി ലക്ഷ്യമിടുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.